നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ്റെ ഒരു അടിപൊളി ഐറ്റമാണ് ബട്ടർ മഡ് ചിക്കൻ. നമുക്കിതിന് വേണ്ട ചിക്കൻ ആദ്യം നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൊഴുപ്പൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ നല്ല ആഴത്തിൽ വരയിട്ട് കൊടുക്കാം. അപ്പോഴേ മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കുള്ളൂ. നമ്മളിതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതിന് ബട്ടർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ ബട്ടറും ഇറങ്ങും വേണം. അപ്പോൾ മസാലകളൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോകണം. നന്നായി ഒന്ന് പിടിച്ച് വന്നാലേ ടേസ്റ്റ് കിട്ടുള്ളൂ. അതെ. അപ്പോൾ വരയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മസാല ഉണ്ടാക്കാം. നമ്മളിപ്പോൾ നമ്മുടെ കോഴിക്ക് വേണ്ട മസാല തയ്യാറാക്കാൻ പോവാണ്, മസാലക്കൂട്ട് തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ മുളക് പൊടി, അടുത്തതായിട്ട് നമ്മൾ കളറിന് വേണ്ടിയിട്ട് റെഡ് ചില്ലി പൗഡറാണ് ചെയ്യുന്നത്. അത് കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. ഇത് പിന്നെ എരിവൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് നമുക്ക് അധികം ചേർത്താലും കുഴപ്പമില്ല, കളർ കിട്ടും. പിന്നെ വേണ്ടത് നമുക്ക് മല്ലിപ്പൊടി നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടി കുറച്ച് മതി കേട്ടോ. നമ്മൾ അതായത് അതിൻ്റെ ടേസ്റ്റ് ഇതാവാൻ വേണ്ടിയിട്ടാണ്. അതിന് അടുത്തത് കുരുമുളക് പൊടി കുറച്ച് അധികമായാലും കുഴപ്പമില്ല, നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ നീരൊഴിക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ബട്ടറാണ് ചേർക്കാൻ പോകുന്നത്. ബട്ടർ മഡ് ചിക്കൻ തന്നെയാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ബട്ടറാണ് നമുക്ക് അധികമായിട്ട് വേണ്ടത്. അപ്പോൾ ബട്ടർ ഒഴിച്ച് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല കൂട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഒന്ന് ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഈ വരയുടെ ഉള്ളിലൊക്കെ നമുക്കൊന്ന് മസാലയൊക്കെ നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കാം. കാരണം അതിൻ്റെ ഫ്ലേവറൊക്കെ നമുക്കതിലൊന്ന് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിതിൽ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് മല്ലിത്തഴയും ബട്ടറും നമുക്കിതിനെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മല്ലിയിലേക്ക് നമ്മൾ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. അടുത്തത് നമ്മൾ ബട്ടറാണ് തേച്ച് പിടിപ്പിക്കേണ്ടത്. നമ്മുടെ ബട്ടർ മഡ് ചിക്കനാണ്, അതുകൊണ്ട് ബട്ടറാണ് നമ്മുടെ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്. നമുക്ക് മേലെയും കൂടെ ബട്ടറൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ ബട്ടറൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വാട്ടിയ വാഴയിലയിൽ നമുക്ക് ചിക്കൻ ഒന്ന് പൊതിഞ്ഞെടുക്കാം. ചിക്കൻ നമ്മുടെ വാഴയിൽ പൊതിഞ്ഞ് കഴിഞ്ഞു. ഇനി നമുക്ക് അലുമിനിയം ഫോയിലിൽ ഇതൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇനി ഇതിനാവശ്യമുള്ള മണ്ണ് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് ചെമ്മണ്ണിലാണ്. അപ്പോൾ നമ്മുടെ മണ്ണൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കനിൽ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ഇത് തേക്കുമ്പോൾ വലിയ കനമൊന്നും വേണ്ട, ഒരു കുറച്ച് കനത്തിൽ തേച്ച് പിടിപ്പിക്കുക.
അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ തയ്യാറാക്കാനുള്ള തീ കൂട്ടാം. നമ്മുടെ വിറക് വേഗം കത്തിപ്പിടിക്കാനായിട്ട് കർപ്പൂരം ഇട്ട് കൊടുക്കുകയാണ്. അതാകുമ്പോൾ കർപ്പൂരം ആകുമ്പോൾ വേഗം കത്തിപ്പിടിക്കും. ഇതിൽ മണ്ണൊക്കെ തേച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി തീയിലൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് 1-1.5 മണിക്കൂർ വെച്ചിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. ഒന്ന് എടുത്ത് നോക്കാം. നല്ല ചൂടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തട്ടിയെടുത്ത് മേലത്തെ മണ്ണൊക്കെ ഒന്ന് തട്ടിയെടുത്തിട്ട് എന്തായി നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് പൊളിച്ച് നോക്കാം. ഇപ്പോൾ തന്നെ മണം വരുന്നുണ്ട്, നമ്മുടെ ബട്ടറിൻ്റെ മണം. അതുപോലെ കുരുമുളക് മസാല, നമ്മുടെ മസാലയുടെ ഒക്കെ മണമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. നല്ല ചൂടുണ്ട്. സംഭവം എന്തായിന്ന് അറിയില്ല. ഇപ്പോൾ വാഴയുടെ മണമൊക്കെ അങ്ങോട്ട് നന്നായി അങ്ങോട്ട് അടിച്ച് വരുന്നു, മൂക്കിലേക്ക് അടിച്ച് വരുന്നുണ്ട്. നമുക്ക് നല്ലൊരു ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ശരിക്കും. വാവ്, ഓ ശരിക്കും അടിപൊളി. മല്ലിത്തഴയുടെ ഇതൊക്കെ അതിൽ തന്നെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കണ്ടേ? പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ടേസ്റ്റ് നോക്കണ്ട നമുക്ക്. ശരിക്കും ഇപ്പം തന്നെ വായിൽ വെള്ളം വരുന്നു. ബട്ടർ മഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നോക്കാം. ആദ്യം നമ്മുടെ സണ്ണിക്കുട്ടൻ ഇത് കറക്റ്റായി വെന്തിട്ടുണ്ട് കേട്ടോ. ചെസ്റ്റ് പീസ് തന്നെ എടുത്തിട്ട് അടിപൊളിയായിട്ടുണ്ടാ? ഇഷ്ടായോ? എന്നാ ഒന്നുകൂടി കഴിച്ചോ. ചൂടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട്, അതുപോലെ തന്നെ നന്നായി വെന്തിട്ടുണ്ട്. ഇത് അടിപൊളിയായി വെന്തിട്ടുണ്ട്. നമ്മുടെ മസാലയും ബട്ടറും എല്ലാം കൂടെ ബട്ടറിൻ്റെ ഫ്ലേവർ സൂപ്പറായി വരുന്നുണ്ട്, നന്നായിട്ട് വരുന്നുണ്ട്. അവിടെ നോക്ക്. ഇതാ സൂപ്പറായി വെന്തിട്ടുണ്ട്. ഇതാ എല്ലൊക്കെ തന്നെ തനിച്ച് വരുന്നുണ്ട്. കാണാട്ടാ, കഴിച്ചോ. എനിക്കാണ് നന്നായിട്ടാണ് വെന്തിട്ടുണ്ട്. നമുക്ക് പിന്നെ എല്ലാ മസാലയും കാര്യങ്ങളൊക്കെ നമ്മൾ തേച്ച് പിടിപ്പിച്ചുകൊണ്ട് ബട്ടറിന് തന്നെ ബട്ടറിൻ്റെ ടേസ്റ്റ് നന്നായി വരുന്നുണ്ട്. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അഭിപ്രായങ്ങൾ വല്ലതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മലയാളി ഫുഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ കൂടെ പ്രസ് ചെയ്താൽ ഞങ്ങൾ അടുത്തതായി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.